കൈസിന്റെ കവിതകൾ മരുഭൂമിയിലെ കാറ്റുപോലെ ഗോത്രങ്ങൾക്കിടയിൽ പരന്നു. ഓരോ കവിതയും ലൈലയുടെ സൗന്ദര്യത്തെയും അവളെ സ്വന്തമാക്കാനുള്ള അവന്റെ തീവ്രമായ ആഗ്രഹത്തെയും കുറിച്ചുള്ളതായിരുന്നു. അവൻ അവളെ ഒരു കാമുകിയായി മാത്രമല്ല കണ്ടത്, ദൈവത്തിന്റെ സൗന്ദര്യത്തിന്റെ ഏറ്റവും മികച്ച സൃഷ്ടിയായി ആരാധിച്ചു. അവന്റെ പാട്ടുകൾ കേട്ട് ആളുകൾ അവനെ കളിയാക്കിയെങ്കിലും കൈസ് തന്റെ വികാരങ്ങൾ മറച്ചുവെച്ചില്ല. എന്നാൽ അന്നത്തെ യാഥാസ്ഥിക അറബ് സമൂഹത്തിൽ ഒരു പുരുഷൻ പരസ്യമായി ഒരു സ്ത്രീയെക്കുറിച്ച് പ്രണയം പ്രകടിപ്പിക്കുന്നത് കുടുംബത്തിന് കടുത്ത അപമാനമായിരുന്നു. ലൈലയുടെ കുടുംബം ഉടൻ തന്നെ അവളെ വീട്ടിൽ അടച്ചിട്ടു. അവൾക്ക് പുറത്തു പോകാനോ കൈസിനെ കാണാനോ അനുവാദമില്ലായിരുന്നു. ലൈലയെ കാണാതായതോടെ കൈസിന്റെ മനസ്സ് കൈവിട്ടുപോയി. അവൻ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ലൈലയുടെ പേര് മാത്രം ഉരുവിട്ട് മണൽത്തരികളിൽ അവളുടെ പേരെഴുതി നടന്നു. അവന്റെ വസ്ത്രങ്ങൾ കീറി പറഞ്ഞു, കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെ ചുവപ്പ് പടർന്നു.